ഹായ് ഹലോ എല്ലാവർക്കും പ്ലാന്റ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഷ് വാഷ് മേക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഡിഷ് വാഷ് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. 300 രൂപയുടെ ഒരു കിറ്റിൽ നമുക്ക് 10 ലിറ്ററോളം ഡിഷ് വാഷ് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ആ കിറ്റിൽ വരുന്നത് 5 പ്രോഡക്റ്റ്സ് ആണ്. ഇത് കാസ്റ്റിക് സോഡയാണ്, 150 ഗ്രാമിൻ്റെ കാസ്റ്റിക് സോഡയാണ്. ഇത് തരിതരി പോലെയാണ് ഇരിക്കുന്നത്. അടുത്തത് സോഡിയം സൾഫേറ്റ് ആണ്, 100 ഗ്രാമിൻ്റെ ഫൈൻ പൗഡറാണ്. അടുത്തത് വന്നിട്ട് 1 ലിറ്ററിൻ്റെ സ്ലെറിയാണ്. അപ്പോൾ കിറ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ഞാൻ വീഡിയോയിൽ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അടുത്തത് ഒരു കവറ് കളറും അതുപോലെ തന്നെ ഒരു ബോട്ടിൽ സ്മെല്ലുമാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബക്കറ്റിൽ 9 ലിറ്റർ വെള്ളമാണ്. അതുപോലെ തടിയുടെ ഒരു വടിയും കൂടി ആവശ്യമാണ്. നമ്മളിതിൽ സ്റ്റീലൊന്നും യൂസ് ചെയ്യരുത്. അടുത്ത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലൗസും മാസ്കും ആണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ 9 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഒരു കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഡിഷ് വാഷ് നല്ല റേറ്റാണ്. ഇപ്പോൾ 300 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഏൺ ചെയ്യാനും പറ്റും. ഇത് സെയിൽ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ കാസ്റ്റിക് സോഡ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ ഷെയ്ഡിൽ കിട്ടും വാട്ടർ. അതിനുശേഷം നമ്മൾ ഈ സ്ലെറി ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് സ്ലെറി വീത്തി മിക്സ് ചെയ്യേണ്ടത്. ഗ്ലൗസും മാസ്കും മസ്റ്റാണ്. നമ്മളത് ഒഴിവാക്കി ചെയ്യരുത്. നമ്മൾ ഈ വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ പൊള്ളലൊക്കെ ഏൽക്കുമല്ലോ, അതുപോലെയാണ് ഇതിൽ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്ലെറി വീത്തി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ പിന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 4 മണിക്കൂറിന് ശേഷം നമുക്കത് ഈ ഒരു കളറിലായിരിക്കും ആ വാട്ടർ നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആ ഒരു കവറ് സോഡിയം സൾഫേറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിന് സമയമാണ് വേണ്ടത്. 8 മണിക്കൂറാണ് നമ്മൾ ടോട്ടലി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ആദ്യം കാസ്റ്റിക് സോഡ ഇട്ട് മിക്സ് ചെയ്ത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം സ്ലറി ഒഴിച്ചതിന് ശേഷം 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. സോഡിയം സൾഫേറ്റ് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കളർ ആഡ് ചെയ്ത്, അതുപോലെ സ്മെല്ല് ലെമണിൻ്റെ സ്മെല്ലാണ്, അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ മിക്സിംഗ് ആണ് മെയിൻ. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഡിഷ് വാഷ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല രീതിയിൽ പതഞ്ഞൊക്കെ തന്നെയാണ് കിട്ടുന്നത്. നല്ല കൊഴുപ്പോടുകൂടി തന്നെയാണ് കിട്ടുന്നത്. അപ്പം സമയമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ 300 രൂപയുടെ കിറ്റ് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കി നല്ല രീതിയിൽ സെയിൽ നടത്തി ഏൺ ചെയ്യുക. ടൈമില്ലാത്തവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. 250 മില്ലിയുടെ ബോട്ടിലിൽ നമുക്ക് 30 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ DTDC വഴിയായിരിക്കും ഇത്